ഇപ്പോൾ 2025 ഏപ്രിലിന് ശേഷം പരിശോധിക്കുകയാണെങ്കിൽ ഡോളറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 5.7% ഒരു ഇടിവാണ് രൂപ രേഖപ്പെടുത്തിയിരിക്കുന്നത്. US താരിഫുമായിട്ട് ഇന്ത്യൻ എക്സ്പോർട്ട്സൊക്കെ തന്നെ കറണ്ട് റുപ്പിയിൽ വെച്ചൊക്കെ പരിശോധിക്കുമ്പോൾ ഒരു വീക്ക്നെസ് രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്ത്യൻ രൂപ പരിശോധിക്കുകയാണെങ്കിലും ഒരു വീക്ക്നെസ് തന്നെയാണ് രേഖപ്പെടുത്തുന്നത്. എന്നാൽ ഒരു എക്സസീവ് ആയിട്ടുള്ള ഒരു വോളറ്റാലിറ്റി രൂപയിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. അതായത് വലിയ ഒരു എമൗണ്ടിലുള്ളൊരു ഇടിവോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും നേരിടുന്നില്ല എന്നതും കൂടാതെ രാജ്യത്തിൻ്റെ തന്നെ ഒരു മാക്രോ എക്കോണമിയൊക്കെ പരിശോധിക്കുകയാണെങ്കിലും ഫണ്ടമെൻ്റൽ പരിശോധിക്കുകയാണെങ്കിലും ഒക്കെ തന്നെ വളരെ പോസിറ്റീവായിട്ട് നിലനിൽക്കുന്നു, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് നിലനിൽക്കുന്നതൊക്കെ തന്നെ രൂപയ്ക്ക് ഒരു സപ്പോർട്ടായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. RBIയുടെ ഒരു ശക്തമായിട്ടുള്ള ഒരു ഇൻവോൾവ്മെൻറ്റ് തന്നെ നിലവിലിപ്പോൾ ഉണ്ടാകുന്നുണ്ട്. അതായത് ഫോറക്സ് റിസർവ് പരിശോധിക്കുകയാണെങ്കിൽ 2025 ജൂണിൽ 703 ബില്യൺ ആയിരുന്നു RBIയുടെ ഫോറക്സ് റിസർവ് എന്ന് പറയുന്നത്. എന്നാൽ ഡിസംബർ 2025 ആയപ്പോഴേക്കും അത് 687 ബില്യണായിട്ട് കുറയുന്നു. നിലവിലിപ്പോൾ രൂപയെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ജൂൺ മുതൽ ഒക്ടോബർ കാലഘട്ടത്തിൽ മാത്രം RBI ഏകദേശം $30 ബില്യൺ നിലവിലിപ്പോൾ ഓപ്പൺ മാർക്കറ്റിലേക്ക് സെല്ല് ചെയ്തു എന്നൊരു വ്യൂ പോയിൻ്റ് കൂടിയാണ് സ്റ്റേറ്റ് ബാങ്ക് നിലവിലിപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്.